നാമത്തിന് മഹത്വമായിരിക്കട്ടെ. അഭിനന്ദ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സ്ത്രീ സമാജത്തിന്റെ ഭദ്രാസന ചുമതലയുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, മറ്റ് സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവതിരുനാമത്തിൽ സ്നേഹവന്ദനം. വളരെ അനുഗ്രഹകരമായി ഈ പ്രാർത്ഥന നടത്തുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് അമേരിക്ക ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ആഴ്ചയിൽ 2 ദിവസം ഇതുപോലെയുള്ളതായ പ്രാർത്ഥന കൂട്ടം ചേരുവാനിടയാകുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹകരമായ കാര്യമാണ്. പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് ഓർപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ വിവിധ തിരക്ക് ഓടിച്ചതായ ഈ കാലത്ത് അല്പസമയം വേറിട്ട ദൈവസന്നിധിയിലാകുവാൻ തക്കവണ്ണം നിങ്ങൾ കാണിക്കുന്നതായ മനസ്സിനെ ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്മരിക്കുകയും ദൈവം തമ്പുരാന്റെ അളവറ്റ കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്നത് കോവിഡ് എന്ന മഹാമാരിയാണ്. മനുഷ്യൻ പലതരത്തിൽ ബുദ്ധിമുട്ടുമ്പോൾ ദൈവം കാണിച്ചു തരുന്നതായ, ദൈവം ഒരുക്കി തരുന്നതായ പോക്കുവഴികൾ ഇങ്ങനെയാണ്. ഏകദേശം 120-ൽ അധികം പേർ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞു. നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുന്നതായ സമയം കഴിഞ്ഞു. ഇന്ന് അല്പസമയം നിങ്ങളോടൊത്ത് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായ വേദഭാഗം സങ്കീർത്തനങ്ങൾ 62-ാം സങ്കീർത്തനം 8, 9, 10 വാക്യങ്ങളാണ്. 62-ാമത്തെ സങ്കീർത്തനം 8, 9, 10 വാക്യങ്ങൾ. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഭോഷ്കുമത്രേ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ ആകെപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സു വയ്ക്കുകയും അരുത്. 3 വാക്യങ്ങളാണ്. അതിൽ ആദ്യത്തെ 2 വാക്യങ്ങൾ, 8ഉം 9ഉം വാക്യങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചും മനുഷ്യന്റെ നിസ്സാരാവസ്ഥയെക്കുറിച്ചുമാണ് പറയുന്നത്. 3-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യത്തിൽ 3 കാര്യങ്ങൾ നമ്മളോട് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സു വയ്ക്കുകയും അരുത്. പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരന്റെ ഒരു 4 ഉപദേശങ്ങളാണ് ഈ വാക്യങ്ങളിൽ നാം കാണുന്നത്. ഈ സങ്കീർത്തനം ഒരു പ്രതിസന്ധിയുടെ നടുവിൽ സങ്കീർത്തനക്കാരൻ കുറിക്കുന്നതായ ഭാഗമാണ്. ദാവീദ് എഴുതുന്നതായ സങ്കീർത്തനം എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. ഒരു പ്രതിസന്ധിയുടെ ഘട്ടം കടന്നു പോകുമ്പോൾ ദാവീദ് വളരെ പ്രത്യാശയോടെ അതിനെ നേരിടുകയും ആ പ്രത്യാശയിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ചില കാര്യങ്ങൾ തൻ്റെ ശ്രോതാക്കളോട് പറയുകയും ചെയ്യുന്നതായ ഭാഗമാണ് ഇത്. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ, ആദ്യ വാക്യങ്ങൾ 2 ശ്രദ്ധിക്കുമ്പോൾ, അവിടെ സങ്കീർത്തനക്കാരന്റെ ഒരു ഉറപ്പാണ് കാണുന്നത്. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു,
എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല എന്ന് പറയുന്നു. ഇവിടെ ദൈവത്തെ നോക്കി മൗനമായിരുന്നു കൊണ്ട് അവനാകുന്നു എൻ്റെ രക്ഷയെന്നും പറയുന്നതായ, അവനാകുന്നു എൻ്റെ രക്ഷ, അവങ്കലാണ് എൻ്റെ അഭയം, ഞാൻ കുലുങ്ങിപ്പോവുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ അടിവരയിട്ട് പറയുന്നതായ ഭാഗമാണ്. എന്നാൽ അടുത്ത 2 വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അവിടെ സങ്കീർത്തനക്കാരൻ ഒരു പരാതി പറയുകയാണ്. സങ്കീർത്തനക്കാരന്റെ പരാതി ഇതാണ്: നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. ഒന്നാമത്തെ പരാതി, കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇതാണ്: നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. ഇത് സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ അനുഭവമായിട്ടാണ് ഇതിനെക്കുറിച്ച് നൽകുന്നതായ വ്യാഖ്യാനം. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത്. അവർ ഫോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായ് കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. മനുഷ്യനെ അവന്റെ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയുന്നു, തള്ളിയിടാൻ ആഗ്രഹിക്കുന്നു, അവനെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല അവരെല്ലാവരും ഭോഷ്ക പറയുന്നവരാണ്. ഇവിടെ ഭോഷ്ക എന്ന് പറയുന്നത്, ഇവിടെ പറയുന്നത് വായ് കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. ഇതാണ്. അതായത് നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ നേരിടുകയോ നാം ചെയ്യുകയോ ചെയ്യുന്നതായ കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ മനസ്സിലൊന്ന്, നമ്മുടെ മുഖത്ത് വേറെ ഒന്ന്. ഇത് സങ്കീർത്തനക്കാരൻ അനുഭവിക്കുന്നതായ ഒരു പ്രശ്നമാണ്. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടാൻ നോക്കുന്നു, അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു, എല്ലാവരും വ്യാജം പറയുന്നു. ഇതാണ് സങ്കീർത്തനക്കാരന്റെ പ്രശ്നം. അത് കഴിഞ്ഞ് സങ്കീർത്തനക്കാരൻ പറയുന്നതായ ഭാഗം: എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു, അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരവും അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല, എൻ്റെ രക്ഷയും മഹിമയും ദൈവത്തിൻ്റെ പക്കൽ ആകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിലാകും. ഇങ്ങനെ മനസ്സിൽ ഈ പരാതി മനസ്സിൽ ഉയർന്നതായ സമയത്ത് സങ്കീർത്തനക്കാരൻ തൻ്റെ ഉള്ളത്തോട്, തൻ്റെ മനസ്സിനോട് പറയുകയാണ്: എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ, തൻ്റെ ജീവിതത്തെ ഒരു പ്രയാസം നേരിടുന്നതായ സമയത്ത് സങ്കീർത്തനക്കാരൻ അവന്റെ ഉള്ളിൽ അവനോട് തന്നെ പറയുകയാണ്: നീ മൗനമായിരിക്കുക, നീ ദൈവത്തെ നോക്കുക എന്നുള്ളതായ കാര്യമാണ് അവിടെ പറയുന്നത്. അപ്പോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായ ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിൽ ദൈവത്തെ വിചാരിക്കുകയും അറിയുകയും മൗനമായിരിക്കുകയും അവന്റെ അഭയപ്പെടുകയും ചെയ്തതിന് ശേഷം നടത്തുന്നതായ ഒരു പ്രസ്താവനയാണ് നമ്മൾ ആദ്യമേ കാണുന്നത്. നമ്മൾ ആദ്യമേ കാണുന്നത് 1-2 വാക്യം എന്ന് പറയുന്നത്, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയ മനുഷ്യൻ അവന്റെ ദൈവവിചാരത്തിന്, അവന്റെ തുടർച്ചയായ ആലോചനയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷം ഒരു ഫൈൻഡിങ്ങിലേക്ക് വരികയാണ്, ഒരു ഉത്തരത്തിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. ഞാൻ ഏത് പ്രയാസങ്ങളിലൂടെ കടന്നു പോയാലും ദൈവത്തെ നോക്കി മൗനമായി ഇരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആലോചന നാം സ്വീകരിക്കുമ്പോൾ, അവനിൽ നിന്ന് നമ്മുടെ രക്ഷ, എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു എന്ന് പറയുകയാണ്. ബാക്കിയൊക്കെ ദൈവത്തിനെ കുറിച്ചുള്ളതായ അഡ്ജക്റ്റീവ്സ് ആണ്. വേദപുസ്തകത്തില് ഉടനീളം, അതല്ലെങ്കിൽ സങ്കീർത്തനങ്ങളിലും അതുപോലെ പല പഴയ നിയമ പുസ്തകങ്ങളിലും ഉടനീളം കാണുന്നതായ ദൈവത്തെക്കുറിച്ച് പറയുന്നതായ വ്യാഖ്യാനമാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളതായ അവസരത്തിൽ ഇതിന് ശേഷം ദൈവം, ഈ സങ്കീർത്തനക്കാരൻ തൻ്റെ ശ്രോതാക്കളോട്, തൻ്റെ ജനങ്ങളോട് പറയുന്നതായ ഉപദേശമാണ്. 4 ഉപദേശങ്ങളാണ്
നാം ആദ്യമേ കേട്ടത്. ഒന്നാമത്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. ജനത്തോട് പറയുകയാണ്, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. അപ്പൊ ദൈവത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരന്റെ ഉറപ്പിതാണ്. ദൈവത്തെക്കുറിച്ചുള്ളതായ സങ്കീർത്തനക്കാരന്റെ ഉറപ്പ്, ജനമേ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കണം. കാരണം അവന്റെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം പകരണം. കാരണം ദൈവം നമ്മുടെ സങ്കേതമാകുന്നു. അവനിലല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. അവൻ എല്ലായ്പ്പോഴും നമ്മളെ രക്ഷിക്കുകയും നമ്മളെ കാത്തു പരിപാലിക്കുകയും നമ്മുടെ കൂടെ ഇരിക്കുകയും ചെയ്യുന്നവനായ ദൈവമാകുന്നു. ഈ സങ്കീർത്തനത്തിൽ 73-ാമത്തെ സങ്കീർത്തനം നാം ഒന്ന് വായിക്കുമ്പോൾ ഇതുപോലെ തന്നെ ചില പ്രയാസ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ സങ്കീർത്തനക്കാരൻ അവന് ലഭിക്കുന്നതായ 4 ഉത്തരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനത് കൂടുതൽ വ്യാഖ്യാനിക്കുന്നില്ല, കൂടുതൽ പറയുന്നില്ല. അവിടെ പറയുന്നതായ കാര്യം 22-ഉം 23-ഉം 24-ഉം വാക്യങ്ങളാണ്. ഒന്ന്, അവന് ലഭിക്കുന്നതായ ഉത്തരം, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തോട് പറയാൻ, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. കൂടെ ഇരിക്കുന്നു, വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ എന്നെ നടത്തും. ദൈവത്തിന്റെ ആലോചനയാൽ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. 4 കാര്യങ്ങളാണ് അവിടെ സങ്കീർത്തനക്കാരൻ അടിവരയിട്ട് പറയുന്നത്. അപ്പം സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ ഉടനീളം നാം കാണുന്നതായ ഒരു കാര്യമാണ് ഈ പറയുന്നതായ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിനക്ക് ഉത്തരം നൽകും. ദൈവം നിന്നെ വലം കൈക്ക് പിടിക്കും. അവൻ നിന്നെ വഴി നടത്തും. നിന്റെ കൂടെ ഇരിക്കും. മാത്രമല്ല അവന്റെ ആലോചനയാൽ നിന്നെ വഴി നടത്തും. മാത്രമല്ല മഹത്വത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കും. പിന്നത്തേത് ഇതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എന്നാൽ വീണ്ടും 9-ാമത്തെ വാക്യത്തിൽ മനുഷ്യനെ കുറിച്ച് പറയുന്നതായ കാര്യം, സാമാന്യ ജനം ഒരു ശ്വാസം, ശ്രേഷ്ഠജനം ഭോഷ്കുമത്രേ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ ആകെപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. ഇതിനു മുമ്പ് പല സങ്കീർത്തനം 48-ാം സങ്കീർത്തനത്തിലും ഒക്കെ പറയുന്നത് സാമാന്യ ഒരു ശ്വാസമത്രേ എന്ന് പറയുന്നുണ്ട്. പുല്ലിന് നമ്മള് വാങ്ങിപ്പോയവരുടെ കുക്കിലിയൻ ചൊല്ലുമ്പോൾ ചൊല്ലുന്നതായ കാര്യമുണ്ട്, പുല്ലിന് തുല്യം അത്രേ നരനുടെ നാളുകൾ. അതുപോലെ തന്നെ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രേ എന്ന് പറയുന്നു. ഇങ്ങനെ മനുഷ്യനെ കുറിച്ച്, അവന്റെ ഈ താൽക്കാലികതയെ കുറിച്ച്, നശ്വരതയെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നതായ കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുക, മനുഷ്യനിൽ ആശ്രയിക്കരുത്. 146-ാമത്തെ സങ്കീർത്തനം അതിന്റെ 3-4 വാക്യങ്ങളിൽ പ്രകാരം പറയുന്നുണ്ട്, പ്രഭുക്കന്മാരിൽ ആശ്രയം വയ്ക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവന്റെ ശ്വാസം പോകുന്നു, അവർ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങളും നശിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നതായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം, ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതായ അവസരത്തിൽ നാം എപ്പോഴും നമ്മിൽ തന്നെയും മറ്റു മനുഷ്യരിലും ലോകത്തിലും ആശ്രയിക്കുന്നവരാണ്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീ മനുഷ്യനിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ വരുത്. ഒരു ശ്വാസമാകുന്നു. ഇതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുകൊണ്ട് നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, അത് ഭൂമി മാറിപ്പോയാലും, അതിലെ തിരകൾ അത് ഇളകി സമുദ്രമധ്യത്തിൽ പതിച്ചാലും, അതിന്റെ തിരകൾ ഇളകിയാലും ഭയപ്പെടരുത് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നത് ഇതുകൊണ്ടാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മുടെ ശരണവും സങ്കേതവും ആകുന്നു. നമ്മുടെ ഗോപുരം അവൻ തന്നെ, അവൻ പാറയാകുന്നു. ഇത് പറയാ ഒരിക്കലും മാറാത്ത കാര്യങ്ങളെ കുറിച്ചാണ്, ഉറച്ചു നിൽക്കുന്നതായ കാര്യങ്ങളുടെ ഉപമകളാലാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ദൈവം വലിയ
നമ്മുടെ സങ്കേതമാകുന്നു, അവൻ നമ്മുടെ ശക്തിയാകുന്നു, അവൻ നമ്മുടെ കോട്ടയാകുന്നു എന്ന് പറയുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്താ? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. 42-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ, ആ സങ്കീർത്തനം 42-ാം സങ്കീർത്തനത്തിൽ 4 പ്രാവശ്യം എൻ്റെ ആത്മാവെ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്താ? ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. സദൃശവാക്യം 3-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങളിൽ ശലോമോൻ പറയുന്നുണ്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും, നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ട് മാറുക. നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ധനത്തിലും നമ്മുടെ ആരോഗ്യത്തിലും നമ്മുടെ മഹിമയിലും ഒക്കെ ആശ്രയിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ അനേക സ്വപ്നങ്ങൾ നമ്മൾ നെയ്യുമ്പോൾ അത് പെട്ടെന്ന് നശിച്ചു പോകാത്ത, ഈ കഴിഞ്ഞ ജൂലൈ മാസം 31-ാം തീയതി വയനാട്ടിലുണ്ടായതായ ആ ഉരുൾപൊട്ടലിൽ 3 ഗ്രാമങ്ങൾ അപ്പാടെ ഒലിച്ചുപോയി. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതീക്ഷകളുണ്ടായിരുന്നു, എന്തെല്ലാം തരത്തിലുള്ളതായ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. വിവാഹത്തിനായി ഒരുങ്ങിയിരിക്കുന്നവരുണ്ടായിരുന്നു, വിവാഹത്തിനായിട്ട് പണവും ഒക്കെ സ്വരൂപിച്ചു വെച്ചവരുണ്ടായിരുന്നു, ഒരു വളരെ ദീർഘനാളത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാക്കിയതായ പുതിയ വീട്, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയായി. പ്രിയമുള്ളവരെ, നാം ദൈവത്തിലും ആശ്രയിക്കുക, മനുഷ്യനിൽ ആശ്രയിക്കരുത്, ഈ ലോകത്തിൽ ആശ്രയിക്കരുത്. ഇതാണ് ഒന്നാമതായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. രണ്ടാമതായിട്ട് സങ്കീർത്തനക്കാരൻ നൽകുന്നതായ ഉപദേശം പീഡനത്തിൽ ആശ്രയിക്കരുത് എന്നാണ്. പീഡനത്തിൽ ആശ്രയിക്കരുത്. നമ്മളൊക്കെ പലപ്പോഴും നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെയും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എതിരായിട്ട് നിൽക്കുന്നവരെയും ഒക്കെ നമ്മുടെ കായിക ശക്തി കൊണ്ടോ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടോ ഒക്കെ എതിരിടാനായിട്ട് ശ്രമിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ ഒരു രാജാവായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവന് തക്കതായ ഫോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അവൻ പറയുകയാണ്, നീ പീഡനത്തിൽ ആശ്രയിക്കരുത്. മറ്റുള്ളവരെ പീഡിപ്പിക്കുവാൻ, മറ്റുള്ളവരെ വിജയിപ്പിക്കുന്നവരുടെ മേൽ വിജയിക്കുവാൻ നിനക്ക് സാധിക്കുമായിരിക്കും, പക്ഷേ അതല്ല നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രതികാരം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. നമ്മുടെ പ്രതികാരം, നാം മറ്റുള്ളവരോടുള്ളതായ പ്രതികാര മനസ്സ് മാറ്റി നമ്മളെ ഉപദ്രവിക്കുന്നവരെ സ്നേഹിക്കില്ലെങ്കിലും, സ്നേഹിക്കുവാൻ ദൈവം തമ്പുരാൻ, യേശു തമ്പുരാൻ കൽപ്പിക്കുന്നു, അത് തന്നെയാണ്. എങ്കിലും ഒരു മനുഷ്യനോടും പ്രതികാരം ചെയ്യുവാനും പീഡിപ്പിക്കുവാനും നാം ശ്രമിക്കരുത് എന്നുള്ളതായ കാര്യമാണ് പറയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും എന്ന് പറയുക. ഈ ലോകത്തിലെ ശക്തി ഒന്നുമുള്ള, മറിച്ച് ദൈവം ആണ് നമ്മുടെ ശക്തി എന്നുള്ളതായ കാര്യം നാം ഓർക്കുക. ഞാൻ അവസാനിപ്പിക്കാം. ഒരു ചെറിയ കഥ പറയാം. ഒരു കാർട്ടൂണില് ഒരാൾ ഒരു മാനിനെ വെടിവെക്കുവാനായിട്ട് ഇങ്ങനെ തോക്ക് മുന്നം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് മുന്നിൽ. എന്നാൽ അയാളുടെ പുറകിൽ അദ്ദേഹത്തെ ആക്രമിക്കുവാനായിട്ട് ഒരു കരടി നിൽക്കുന്നതുമായ ഒരു കാർട്ടൂൺ, ഒരു ചിത്രം കാണുവാനായിട്ട് ഇടയായി. അപ്പൊ എന്നിട്ട് അതിൽ എഴുതിയിരിക്കുന്നതായ കാര്യം ഇതാണ്, ഹണ്ടർ ഓർ ഹണ്ടഡ് എന്നാണ്. ഹണ്ടർ ഓർ ഹണ്ടഡ്, അതായത് വേട്ടക്കാരനോ അതോ വേട്ടയാടപ്പെടുന്നവനോ. നാം ഒരാളെ, ഈ മനുഷ്യൻ മാനിനെ വെടിവെക്കുവാൻ നോക്കുമ്പോൾ അയാളുടെ പുറകിൽ നിന്ന് അയാൾക്കൊരു ശത്രു അയാൾ അറിയാതെ വരികയാണ്. പ്രിയമുള്ളവരെ,
നമ്മളും മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ അവരെ പീഡിപ്പിക്കുമ്പോൾ നാമും ഓർക്കേണ്ടതായ കാര്യം അത് നമ്മളറിയാതെ അത് നമുക്കെതിരെയും ആകുന്നു എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് പറയുന്നത് കവർച്ചയിൽ മയങ്ങിപ്പോകരുത് എന്നാണ്. കവർച്ചയിൽ മയങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മളുടേതല്ലാത്തതായ കാര്യത്തിന് നാം ആഗ്രഹിക്കരുത് എന്ന് മാത്രമാണ്. ഞാൻ എൻ്റെ സമയം അവസാനിച്ചു എന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുകയാണ്. നാലാമതായിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മയങ്ങിപ്പോകരുത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കാണുന്നതായ 12-ാമത്തെ അധ്യായത്തിൽ കാണുന്നതായ മനോഹരമായ ഒരു കഥയാണല്ലോ. ഒരു കൃഷിക്കാരൻ, അയാളുടെ വിളവുകളൊക്കെ വളരെ നന്നായി ഉണ്ടായി. ആ ഉണ്ടായതായ സമയത്ത് അയാൾ സ്വയം പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളതായ കാര്യം. അപ്പോൾ കർത്താവ് അവനോട് ചോദിക്കുന്നതായ ചോദ്യം, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് എടുത്താൽ നീ ഉണ്ടാക്കി വെച്ചതൊക്കെ ആർക്ക് വേണ്ടി? ദൈവവിഷയമായി സമ്പന്നരാകാതെ തനിക്ക് തന്നെ സമ്പന്നരാകുന്നവരുടെ ഗതി ഇതാകുന്നുവെന്ന് കർത്താവ് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അധ്വാനിച്ച് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാലും നമ്മുടെ സമ്പാദ്യത്തിൽ, സമ്പന്നതയിൽ, നമ്മുടെ ധനത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ എല്ലാ നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നാം നമ്മെ തന്നെ മറന്നു പോകരുത് എന്നുള്ളതായ ഒരു ചിന്തയാണ് സങ്കീർത്തനക്കാരൻ നമ്മളോട് തരുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മളോട് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുകയാണ്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മയങ്ങിപ്പോകരുത് എന്നുള്ളത്. ഈ സമ്പത്തൊക്കെ താൽക്കാലികമാകുന്നു എന്നുള്ളതായ കാര്യം, ദൈവം തന്നതാകുന്നു എന്നുള്ളതായ കാര്യവും നാം ഓർക്കുക. അങ്ങനെ ഈ സങ്കീർത്തനക്കാരൻ നമുക്ക് നൽകുന്നതായ 4 ഉപദേശങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഒന്നാമതായിട്ട് മനുഷ്യനിൽ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പ്രതിപകരം ചെയ്യുവാനും പീഡിപ്പിക്കുവാനും നാം തുനിയാതെ ദൈവത്തിന് സന്നിധിയിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. മൂന്നാമതായിട്ട് നമുക്ക് അർഹിക്കാത്തതായ ഒരു കാര്യവും നേടുവാനായി നാം ആഗ്രഹിക്കാതിരിക്കുക. നാലാമതായിട്ട് നമ്മുടെ സമ്പത്തിൽ നാം മയങ്ങിപ്പോകാതെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്മയുള്ളവരാക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. സങ്കീർത്തനക്കാരന് ലഭിച്ചതായ ഉത്തരമാണ് ഇത്. ഈ ഉത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. ഇങ്ങനെയൊരു അവസരം തന്നിട്ടുള്ളതായ പ്രത്യേകമായ നന്ദി, സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതരെ, ഇന്നത്തെ പ്രഭാതം അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ ഇരട്ടിയായി കർത്താവിൻ്റെ കൃപ കൊണ്ട് നമുക്ക് ലഭ്യമാക്കിയതിൽ പരിശുദ്ധ പിതാവിനോടൊപ്പം അഭിവന്ദനായ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് തിരുമേനി നടത്തിയ ശ്രദ്ധേയമായ സന്ദേശം നമ്മളൊക്കെ കേട്ടുകഴിഞ്ഞു. വളരെ പരിചയമുള്ളതാണെങ്കിലും എപ്പോഴും പ്രാധാന്യം കൊടുക്കാത്ത ഒരു സങ്കീർത്തനത്തിൽപ്പെട്ടതാണ് 62-ാം സങ്കീർത്തനം. ദാവീദിന്റെ ഈ സങ്കീർത്തന ഭാഗത്തിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടുന്ന 4 യാഥാർത്ഥ്യങ്ങളെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാൻ തക്കവണ്ണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തിരുമനസ്സിന് സാധിച്ചു. കേട്ടവർക്കൊക്കെ ഇത് ഒരു റിമൈൻഡർ, ഒരു ഉണർത്തുപാട്ടായി മാറണം. നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവമാണ് അനുഗ്രഹിക്കപ്പെട്ട ഇടയൻ. ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് എപ്പോഴും ജീവിതത്തിന് മുഖാന്തരങ്ങളാണ്. ഈ അനുഭവം സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിലൂടെ ലഭിക്കപ്പെട്ടപ്പോൾ അത് വ്യക്തമാക്കുവാൻ രചിച്ചതായ ഒരു സങ്കീർത്തനമാണ് 62-ാം സങ്കീർത്തനം. അതിലൂടെ തിരുമനസ്സ് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയം തന്നെയാണ്. 5 പുസ്തകങ്ങൾ സങ്കീർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിൽ 2-ാം പുസ്തക ഭാഗത്തിൽ നിന്നാണ് തിരുമനസ്സിന്റെ ഇന്നത്തെ പ്രതിപാദ്യം. അതിൽ 42 മുതൽ 72 വരെയുള്ള സങ്കീർത്തനം, അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇസ്രായേൽ ജനതയെക്കുറിച്ചും, അതിനുശേഷം 42 മുതൽ 49 വരെ ആ ജനതയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധിയും പതനവും അവതരിപ്പിക്കുമ്പോൾ
പിന്നീട് 50 മുതൽ 60 വരെ അവർ എപ്രകാരം ഉദ്ധരിക്കപ്പെടുന്നു, അവർ ജീവിതത്തിന്റെ നല്ല മേഖലകളിലേക്ക് എങ്ങനെ കടന്നെത്തുന്നതോ, ഒടുവിൽ 61 മുതൽ 72 വരെ അവർക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ അവരുടെ അനുഭവത്തിൽ നിന്നും വ്യക്തമാക്കുന്ന നിമിഷങ്ങളാണ് ആ സങ്കീർത്തന ഭാഗങ്ങളൊക്കെയും. അതിൽ ഈ 2-ാം അധ്യായത്തിലെ 62-ാം സങ്കീർത്തനമാണ് അഭിമന്യ തിരുമേനി നമ്മളോട് സംസാരിച്ചത്. സമയം മുന്നോട്ട് പോകുന്നു എന്ന് നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. തിരക്കിനിടയിൽ ഹ്രസ്വമായ അമേരിക്കൻ സന്ദർശന വേള ദിവസങ്ങളിൽ അനുഗ്രഹീതമായ ഒരു സന്ദേശം ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസന അധിപനും ഞങ്ങളെയൊക്കെ സ്നേഹിക്കുകയും ചെയ്യുന്ന, ഞങ്ങളിൽ ഒരു ആളെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന അഭിമന്യ പിതാവിനോട്, തിരുമേനിയോടുള്ള സ്നേഹവും സന്തോഷവും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരിലും ഭദ്രാസനത്തിന്റെ ചുമതലപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കട്ടെ. പരിശുദ്ധ